ഹായ്, എല്ലാവർക്കും മായ വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PCOD, PCOS എന്നീ അസുഖങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 5 യോഗാസനാസ് നിങ്ങളുടെ നിത്യം ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അത്തരത്തിലുള്ള ആ 5 യോഗാസനാസ് ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. സൗകര്യങ്ങൾ കൂടിയപ്പോൾ അസുഖങ്ങളും കൂടിയല്ലേ. നമുക്കിപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം മിക്സി ഉണ്ട്, ഫ്രിഡ്ജ് ഉണ്ട്, വാഷിംഗ് മെഷീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നമുക്ക് സൗകര്യങ്ങൾ കൂടി, സമയവും കൂടി, അപ്പോഴെന്താണ് നമ്മളുടെ അസുഖവും കൂടി. പണ്ട് കാലത്ത് സൗകര്യങ്ങൾ കുറവായിരുന്നു, അപ്പോൾ അസുഖങ്ങളും കുറവായിരുന്നു. കാരണം അവർ ശരീരം അനങ്ങുമായിരുന്നു. നമുക്കിന്ന് വ്യായാമം ഇല്ല, എന്നാൽ ഭക്ഷണമുണ്ട്. നമ്മൾ പുറത്ത് പണ്ടെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നു, വീട്ടിൽ തന്നെ കഴിക്കുന്നു. ഇന്ന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് പുറത്തുനിന്ന് കഴിക്കുന്നു, വീട്ടിൽ ആ ഒരു ജോലിയില്ല, വന്ന് കിടക്കാം, വ്യായാമമില്ല, ഉറക്കം ചിലപ്പോൾ തോന്നുമ്പോൾ ഉറങ്ങുന്നു, തോന്നുമ്പോൾ എഴുന്നേൽക്കുന്നു. ഇങ്ങനത്തെ ഒരു ജീവിത രീതി നമ്മളിലേക്ക് വന്നു ചേർന്നു. അപ്പോൾ ഇതുപോലുള്ള PCOD, PCOS പോലുള്ള അസുഖങ്ങൾ നമ്മളിലേക്ക് വന്നു ചേർന്നു. അതായത് നമ്മുടെ ജീവിത രീതിയിൽ വന്ന മാറ്റമാണ് നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഒരു പെട്ടെന്നുണ്ടാകുന്ന ഒരു അസുഖമല്ല PCOD, PCOS. അത് പനി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് വരുന്നു, പെട്ടെന്ന് പോകുന്നു. പക്ഷേ PCOD, PCOS എന്ന് പറയുന്നത് വർഷങ്ങളെടുത്ത് നമ്മുടെ ജീവിത രീതിയിൽ ഉണ്ടായ മാറ്റങ്ങളിലൂടെ വന്നു ചേരുന്ന ഒരു അസുഖമാണ് PCOD, PCOS. മെയിൻ ഫാക്റ്റ് ഫുഡാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം, അത് വറുത്തതും പൊരിച്ചതും, ജങ്ക് ഫുഡ്സ്, മധുരപലഹാരങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ഇതിൻ്റെ എല്ലാം അമിതമായി കഴിക്കുന്നതിലൂടെയും വ്യായാമമില്ലാത്ത അവസ്ഥ, ഉറക്കമില്ലാത്ത അവസ്ഥ, സ്ട്രെസ്, ഇതിലൂടെ എല്ലാം വന്നു ചേരുന്ന ഒരു ഡിസീസാണ് PCOD. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, പ്രോട്ടീനും ഫൈബറും ഫ്രൂട്ട്സും വെജിറ്റബിൾസ് എല്ലാം അടങ്ങുന്ന ഒരു ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതോടൊപ്പം തന്നെ കുറച്ച് യോഗാസനാസും റെഗുലറായിട്ട് ഒരു 30 മിനിറ്റ് നിങ്ങൾ ചെയ്ത് പോവുകയാണെങ്കിൽ, കൃത്യമായിട്ട് ഒരു 6 മുതൽ 8 മണിക്കൂർ കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ, സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ അസുഖത്തെ നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുത്ത് കളയാൻ സാധിക്കും. അതിന് ഒത്തിരി ആളുകൾക്ക് ഇത് ചെയ്തത് വഴി ഒത്തിരി ആളുകൾക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ഈ ആസനാസ് PCOD, PCOS ഉള്ളവർക്ക് മാത്രമല്ല, മെൻസ്ട്രേഷണൽ പ്രോബ്ലംസ് ഉള്ളവർക്കും, അതായത് ആർത്തവ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവർ, ആർത്തവം കറക്റ്റായിട്ട് നടക്കാത്ത ആളുകളുണ്ടാവും, അവർക്കും, ഹോർമോൺ ഇംബാലൻസ് ഉള്ളവർക്കും, ഓവുലേഷൻ കറക്റ്റായിട്ട് നടക്കാത്ത ആളുകൾ, മെനോപോസുമായിട്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള എല്ലാവർക്കും നല്ലതാണ് ഈ ആസനാസ്. കൂടാതെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കുട്ടികൾ മുതൽ എല്ലാവരും റെഗുലറായിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു മൈൻഡും ബോഡിയും അവർക്ക് ജീവിതാവസാനം വരെ നിലനിർത്തി പോകാൻ സാധിക്കും. ഈ ആസനകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് ലൂസനിങ് എക്സസൈസ് അല്ലെങ്കിൽ സൂര്യ നമസ്കാരം പോലുള്ള വാമപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സൂര്യ നമസ്കാരം നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആസനാസിൽ ആദ്യത്തെ ആസനയാണ് മലാസന. മലാസന ചെയ്യാനായിട്ട് കാലുകൾ കുറച്ച് അകത്തി നിർത്തുക. ശേഷം കൈകൾ നമസ്തേ പൊസിഷനിലേക്ക് കൊണ്ടുവരാം. ശേഷം നമ്മൾ താഴേക്കിരിക്കുക ഈ ഒരു പൊസിഷനിൽ. ഈ കൈൻ്റെ 2 എൽബോസ് കാലിൻ്റെ മുട്ടുകളെ, 2 കാൽമുട്ടുകളെ കൊണ്ട് അകത്തുക, കാൽമുട്ടുകളെ അകത്തുക. ഈ പൊസിഷനിൽ നമ്മളൊരു 10 സെക്കൻഡ് മുതൽ ഒരു 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക ഡെയിലി. ബിഗിനർ ആണെങ്കിൽ ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇപ്പോൾ ബിഗിനേഴ്സിനൊക്കെ ഈ ഒരു പൊസിഷനിൽ ഇരിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ വാൾ സപ്പോർട്ട് എടുക്കാം. കൈകളിലെ പൊസിഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാറ്റി പിടിക്കാവുന്നതാണ്. ഇതുപോലെ കൈകൾ ഇതുപോലെ ഒന്ന് എന്താ പറയുക, കൈകൾ രണ്ടും കൂടി ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഈ ഒരു പൊസിഷനിൽ ഒരു 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക. പണ്ട് ഇന്ത്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ഒരു പൊസിഷനാണ്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. റെഗുലറായിട്ട് ഒരു 10 സെക്കൻഡ് മുതൽ 30 സെക്കൻഡ് വരെ ചെയ്യാവുന്നതാണ്. മുഖത്തൊരു പുഞ്ചിരി നിലനിർത്താൻ എപ്പോഴും യോഗ ചെയ്യുമ്പോൾ, യോഗയുടെ സൈൻ എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ മുഖത്തെ പുഞ്ചിരി, മായാത്ത പുഞ്ചിരി. ഒരു 30 സെക്കൻഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ആ പൊസിഷനിൽ നമുക്ക് റിലീസ് ചെയ്യാം. പതുക്കെ നമുക്ക് കാലുകൾ നീട്ടിയിരിക്കാം. ഇതുപോലെ കാലുകൾ നീട്ടി ഇരിക്കാവുന്നതാണ്. ഇന്ന് കാലിൽ ഫസ്റ്റ് ബിഗിനേഴ്സ് ആകുമ്പോൾ അവർക്ക് കുറച്ച് പെയിനൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് അടുത്ത പൊസിഷനിലേക്ക് പോവാം.
നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് ബട്ടർഫ്ലൈ പോസാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കാലുകൾ മടക്കി കാലിൻ്റെ പാദങ്ങൾ തമ്മിൽ ചേർത്ത് വയ്ക്കുന്നു. ശേഷം കൈകൾ ഇൻ്റർലോക്ക് ചെയ്യുന്നു. കൈകൾ ഇൻ്റർലോക്ക് ചെയ്ത ശേഷം കാലിലേക്കുള്ളിലൂടെ കോർത്ത് പിടിച്ച് രണ്ട് കാലുകൾ കൂപ്പി വെച്ചിരിക്കുന്ന നമ്മുടെ ശരീരത്തോട് അടുപ്പിച്ച് വയ്ക്കാം. അതിനുശേഷം രണ്ട് കാലുകളും ചലിപ്പിക്കാൻ തുടങ്ങാം. മൂവ് യുവർ ബോത്ത് ലെഗ്സ് ലൈക്ക് എ ബട്ടർഫ്ലൈ. നട്ടെല്ല് നിവർന്നിരിക്കണം. നിങ്ങൾക്കിത് 30 to 50 കൗണ്ട് ചെയ്യാം കേട്ടോ. കുറച്ചും കൂടെ അടുപ്പിക്കുക. ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആ ഒരു പെയിൻ അനുഭവപ്പെടും ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ. ആദ്യം ചെയ്യുന്ന ആളുകൾക്ക് അത് കുറച്ച് ചെയ്യുമ്പോൾ പതുക്കെ ഓപ്പണായി കഴിയുമ്പോഴേക്ക് ആ പെയിൻ മാറും. ഇനി കുറച്ച് നേരം നിങ്ങൾ ശ്വാസം എടുത്തും വിട്ടുകൊണ്ട് ഈ പൊസിഷനിൽ വിശ്രമിക്കാം. മുപ്പത് സെക്കൻഡ് ഇത് കണ്ടിന്യൂസ് ചെയ്ത ശേഷം നമുക്ക് വിശ്രമിക്കാം. കാലുകൾ നീട്ടി വെച്ചുകൊണ്ട് നമുക്ക് വിശ്രമിക്കാം. നേരത്തെ നമ്മൾ ചെയ്തില്ല അതുപോലെ കൈകൾ ബാക്കിൽ വെച്ച് നട്ടെല്ല് നിവർന്ന് കാലുകളൊന്ന് റൊട്ടേറ്റ് ചെയ്യാം. കാലിൻ്റെ റൊട്ടേറ്റ് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് ചക്കി ചലാനാസന. അതെങ്ങനെയെന്ന് വെച്ചാൽ കാലുകൾ രണ്ടും ഇതുപോലെ മാക്സിമം അകത്തി വയ്ക്കാം. ശ്വാസം എടുത്തുകൊണ്ട് ബാക്കിലേക്ക്, ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലേക്ക്. ഓപ്പോസിറ്റ് സൈഡ്. കാലിൻ്റെ മുട്ട് പൊങ്ങരുത് പൊസിഷനിൽ നിന്ന്. അഞ്ച് മുതൽ നിങ്ങൾക്ക് 10 റൗണ്ടെങ്കിലും കുറഞ്ഞത് ചെയ്യുക. ഡെയിലി ചെയ്യുക. 10 റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ പറയുക. 20 റൗണ്ട് വെച്ച് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഓക്കെ, ഇനി കാലുകൾ ചേർത്ത് വയ്ക്കുന്നു. റിലാക്സ് ചെയ്യാം. ആങ്കിൾ ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാം. ഇനി വലത് കൈ കാൽമുട്ടിൽ വയ്ക്കുന്നു. ഇടത് കൈ ബാക്കിലൊന്ന് സ്ട്രെച്ച് ചെയ്യും. ബാക്കിലേക്ക് ഓപ്പോസിറ്റ് സൈഡ്. റിലാക്സ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സേതുബന്ധാസൻ, ബ്രിഡ് പോസ്. അതിനായിട്ട് കാലുകൾ ഇതുപോലെ വയ്ക്കുന്നു. കാൽമുട്ട് മടക്കി ഇതുപോലെ വയ്ക്കുന്നു. മലർന്ന് കിടന്ന ശേഷം കാൽമുട്ടുകൾ മടക്കി ഇതുപോലെ വയ്ക്കുന്നു. കൈകൾ കമഴ്ത്തി വയ്ക്കുന്നു. കാലുകൾ ചിലപ്പോൾ എല്ലാവർക്കും കാലിൽ കൈ എത്തിയെന്ന് വരിക്കില്ല. അപ്പോൾ കാലുകളൊന്ന് അടുത്ത ശരീരത്തിലേക്ക് ഫ്രണ്ട് അടുപ്പിക്കാം. ഇതുപോലെ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് നമ്മുടെ അപ്പർ ബോഡിയെ മുകളിലേക്ക് ഉയർത്താം. കൈകൾ കാലിൻ്റെ ആംഗിളിൽ പിടിക്കാം. മാക്സിമം ശ്വാസം എടുത്തുകൊണ്ട് താഴേക്ക്, വീണ്ടും ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക്. ഒരു 30 സെക്കൻഡ് കണ്ടിന്യൂസ് ആയി ചെയ്യുക. അതിനുശേഷം റിലാക്സ് ചെയ്യുക. കൈകൾ മലർത്തി മടിയിൽ വയ്ക്കുന്നു. റിലാക്സ് ചെയ്യുന്നു. വിശ്രമിച്ച ശേഷം നിങ്ങളുടെ വലതുവശത്തേക്ക് ചരിഞ്ഞു കിടന്ന് കമഴ്ന്ന് കിടക്കുക. വലതുവശത്തേക്കൂടി. അതിനുശേഷം കോബ്ര പോസ്, ഭുജംഗാസനം ചെയ്യാനായിട്ട് കൈകൾ രണ്ടും ശരീരത്തിൻ്റെ ചെസ്റ്റിൻ്റെ ഇരുവശവും വയ്ക്കുന്നു. ശേഷം കാലുകൾ ചേർത്ത് വയ്ക്കുന്നു. ശ്വാസം എടുത്തുകൊണ്ട് തല ഉയരുന്നു. ശിരസ്, നെഞ്ച്,
നാഭിയുടെ ഭാഗം വരെ ഉയർന്നു നിൽക്കുന്നു. ലുക്ക് അപ്പ്, മുഖം മുകളിലേക്ക്. ശ്വാസം വിട്ടുകൊണ്ട് നാഭി താഴേക്ക്, നെഞ്ച് താഴേക്ക്, ശിരസ് താഴേക്ക്. വീണ്ടും ശ്വാസം എടുക്കുന്നു, ശിരസ് ഉയരുന്നു, നെഞ്ച്, നാഭിയുടെ ഭാഗം. ലുക്ക് അപ്പ്. ശ്വാസം വിടുന്നു, നാഭി, നെഞ്ച്, ശിരസ് താഴേക്ക്. വീണ്ടും ശ്വാസം എടുക്കുന്നു, ശേഷം വിശ്രമിക്കാം. കൈകൾ രണ്ടും തലയുടെ മുകൾ ഭാഗം കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം വിശ്രമിക്കാം. സാവകാശം എഴുന്നേറ്റിരിക്കാവുന്നതാണ്. നമ്മളെപ്പോഴും യോഗ ചെയ്ത ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മൾ ധ്യാനിക്കുക. യോഗയുടെ പൂർണ്ണത ധ്യാനത്തിലൂടെ മാത്രമേ സംഭവിക്കൂ. അപ്പോൾ നിങ്ങളുടെ സമയം അനുസരിച്ച് ഒരു 5 മിനിറ്റ് മുതൽ 10 മിനിറ്റ്, അതിൽ കൂടുതലാവാം, നിങ്ങൾക്ക് സമയം പോലെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യം നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പല വിധത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും, തോട്ട്സും പല രീതിയിലും ഉണ്ടാവും. അത് നിങ്ങൾ നിരന്തരം അഭ്യസിക്കുന്നത് വഴി അതെല്ലാം മാറി നിങ്ങൾക്ക് ധ്യാനാവസ്ഥ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നട്ടെല്ല് നിവർന്നിരിക്കുക. അപ്പോൾ ബാക്ക് സപ്പോർട്ട് വേണ്ടവർക്ക് വാൾ സപ്പോർട്ട് എടുക്കാം. താഴെ ഇരിക്കാൻ പറ്റാത്തവർക്ക് ചെയറിലിരിക്കാം, കട്ടിലിരുന്ന് ചെയ്യാം. കണ്ണടച്ച് ശ്വാസത്തിൽ ശ്രദ്ധിച്ച് വിശ്രമിക്കാം. നമസ്തേ. ഇങ്ങനെ നിങ്ങളൊരു 30 മിനിറ്റ് ഇതിനു വേണ്ടി മാറ്റി വയ്ക്കുക. 30 മുതൽ 40 മിനിറ്റ് വരെ റെഗുലറായിട്ട് നിങ്ങളിത് അഭ്യസിക്കുകയാണെങ്കിൽ PCOD, PCOS, സ്ട്രെസ്, എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അലട്ടുന്നുണ്ടോ അതെല്ലാം മാറി ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് ജീവിതത്തിലൂടെ മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് യോഗ, ധ്യാനം. അപ്പം നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുക യോഗ. നിങ്ങൾ ഈ കാണിച്ചു തന്ന ആസനാസ് റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പോൾ ബോഡി പെയിൻ അനുഭവപ്പെടാം. കാര്യമാക്കണ്ട, നിങ്ങൾ റെഗുലറായിട്ട് ചെയ്യുക. പ്രാക്ടീസ് നിരന്തരം പ്രാക്ടീസ് ചെയ്യുക. അതിന് നിങ്ങൾക്ക് റിസൾട്ട് എന്തായാലും ലഭിക്കും. ഒപ്പം ധാരാളം വെള്ളം കുടിക്കണം. ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് പെയിൻ അനുഭവപ്പെടാം, ചില ആളുകൾ അതുകൊണ്ട് തന്നെ ചെയ്യാതെ ആവാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. റെഗുലറായിട്ട് ചെയ്താൽ നിങ്ങളുടെ ആ ഒരു പെയിൻ മാറി ഹാപ്പിനെസ് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. ഇത് ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് ആണ് ഇത് ചെയ്യുന്നവരുടെ. അപ്പോൾ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും അയച്ചു കൊടുക്കുക, മക്കൾക്കെല്ലാം അയച്ചു കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും സംശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ടും വരും വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.